24 എക്സ്ക്ലൂസീവ്. മുതിർന്ന CPM നേതാവ് ജി സുധാകരനെതിരായ അച്ചടക്ക നടപടിയുടെ പാർട്ടി രേഖ 24-ന്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്നും ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചെന്നും ഉൾപ്പെടെയുള്ള ഗുരുതര പരാമർശങ്ങൾ രേഖയിലുണ്ട്. ജി സുധാകരനെയും പാർട്ടിയെയും തമ്മിൽ തെറ്റിക്കാൻ ഗൂഢനീക്കമെന്നാണ് പാർട്ടി രേഖ പുറത്തുവന്നതിൽ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണം. ജി സുധാകരന് CPIM നേതൃത്വവുമായി ഉണ്ടായ അകൽച്ചയ്ക്ക് കാരണമായ പാർട്ടി രേഖയാണ് പുറത്തുവന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 2-അംഗ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെ: 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ചുമതലക്കാരനായ ജി സുധാകരൻ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് സമാഹരിച്ച് ജി സുധാകരൻ തുക തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിന് മതിയായ തുക നൽകിയില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നേതാക്കൾ പലിശയ്ക്ക് പണം കടമെടുക്കേണ്ടി വന്നു. പ്രചാരണ വേളയിൽ പാർട്ടി സ്ഥാനാർത്ഥി H. സലാം SDPIക്കാരനാണെന്ന പ്രചാരണത്തിൽ മൗനം പാലിച്ചു. പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചതും ദീർഘകാല സേവനവും പരിഗണിച്ചാണ് പരസ്യശാസനയിൽ ഒതുക്കിയത്. അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സമിതി അവതരിപ്പിക്കുമ്പോൾ ജി സുധാകരന് പറയാനുള്ളതും കേട്ടിരുന്നു. എന്നാൽ തെറ്റുതിരുത്തി സ്വയം വിമർശനത്തിന് ജി സുധാകരൻ തയ്യാറായില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാർട്ടി രേഖ പുറത്തുവന്നതിന് പിന്നിൽ ആരോ ഉണ്ടെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ആരോ പുറകിലുണ്ട്. സുധാകര സാഹചര്യം പാർട്ടിയെയും തമ്മിൽ തെറ്റിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിൽ നിന്നെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ള പ്ലാനോട് കൂടി നടത്തുന്ന ആരെങ്കിലും ഉണ്ട്. അല്ലെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ വരുമോ? മനീഷ് മഹിബാൽ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.